ഈ കാട് വന്യമാണ്, വശ്യമാണ്, മനോഹരമാണ്. ഈ പല പേഴ്സ്പെക്റ്റീവിലും പല തീംസിലും ഒക്കെ നമ്മൾ ഈ കാടിനെ പകർത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എക്സൈറ്റിംഗ് ആയി തോന്നുന്ന ചില വന്യമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അത് ഭയങ്കര സുഖകരമായി. ഏതായിരുന്നു ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്? ഞാൻ പലതരത്തിൽ ഇതിനകത്ത് കണ്ടു, പക്ഷേ ഉള്ളുകൊണ്ട് ഏതായിരുന്നു ഇഷ്ടം? ഞാൻ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏക കാട് ഇന്ത്യയിൽ ഇപ്പോഴും കേരളം മാത്രമേ. നമുക്ക് പെർമിഷൻ കിട്ടാൻ വലിയ പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ഇത് കിട്ടത്തില്ല. ഒരു പരിധി വരെ സഫാരി വെഹിക്കിളൊക്കെ ആയിരിക്കും ആദ്യം ചോദിച്ചാൽ മതി. നമ്മൾ സഫാരി വെഹിക്കിളിൽ ഇരുന്നിട്ട് നമ്മൾ പോകും. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ഇപ്പൊ പേജിൽ നോക്കിയാലും കാണാം കുറെ കേരളം ഇവിടെ ഇപ്പൊ കൂടുതലും അങ്ങനെയല്ലേ ഇവിടെ ഇപ്പൊ ചില ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ ട്രെക്കിംഗ് ഉണ്ട്. ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ട്രെക്കിംഗ് ഉണ്ട്. അതിലൂടെയൊക്കെ പോകുമ്പോൾ പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും ചെറിയ സീനുകളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഫോട്ടോഗ്രാഫാക്കി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു മാൻ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ നടന്നു പോകുമ്പോ അതൊരു മാനല്ലേ എന്ന് ചിന്തിച്ച് ഒഴിവാക്കി കളയുന്ന പകുതി ഫോട്ടോസാണ് എൻ്റെ കയ്യിൽ കാണുന്ന പകുതി മാനുകളും. ഞാനും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു മാനല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എടുക്കുമ്പോഴാണ്. കാരണം കാട് എന്ന് പറയുന്നത് കടുവയും പുലിയും ആനയും മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിൽ അതുപോലെ കുറെ പോയിട്ട് അപ്പൊ മൂന്നാറൊക്കെ പണ്ടൊക്കെ നമ്മൾ മൂന്നാറിൽ പോണ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ മൂന്നാറിൽ പോണ ടൂർ പോകുന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സെബിൻസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കൂടെ ഞങ്ങൾ പോവും, ആനയുടെ നോക്കി പോവും. അപ്പൊ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളും ഉണ്ട്, അതായത് ലീഗലി അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഇതൊക്കെ കിട്ടിയാൽ പോകും. പക്ഷെ മോസ്റ്റ്ലി എല്ലായിടത്തും ട്രക്കിംഗ് ഇതുണ്ട്, ട്രാക്ക് ഉണ്ട്. തേക്കടിയിലൊക്കെ പെരിയാർ ട്രക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഫ് യു ആർ ലക്കി ദെൻ കിട്ടും. പക്ഷെ കടുവയെ കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ട് കാട്ടിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിൽ ഇരപിടിക്കുന്ന സീൻ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു അത് വേറൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ് ആണല്ലോ. ആദ്യ ഘട്ടത്തിലൊക്കെ അത് കിട്ടിയത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു അത്? എന്റെ ഫസ്റ്റ് ഏറ്റവും നല്ല സൈറ്റിംഗ് നടന്നത് തഡോബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തഡോബ ഒരു ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലുള്ള. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഒരു 6-7 hours ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു നവംബർ 9 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 സഫാരി കഴിഞ്ഞു. 3 സഫാരിയിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ ബർത്ത്ഡേ ആണല്ലോ സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമുക്ക്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഗൈഡ് ചോദിച്ചു, സാറ് ലെഫ്റ്റ് പോകണോ റൈറ്റിലേക്ക് എടുക്കണമെന്ന് ചോദിച്ചു. അതായത് നമ്മളെങ്ങനെയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് റൈറ്റ് പോകാം, എന്തായാലും എല്ലാം റൈറ്റില്ല, നമുക്ക് റൈറ്റിലേക്ക് പോകുന്നു. അങ്ങനെ റൈറ്റ് പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചോട്ടി തര എന്ന് പറഞ്ഞൊരു ടൈഗ്രസ് ഉണ്ട്. ഈ ടൈഗ്രസും അതിൻ്റെ 2 കപ്സും റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരും. അത് കുറേ നേരം ആ വഴിക്ക് സാറിന് അന്നേരം ആരും പോവില്ല, കാരണം വേറെ കുറെ ഇതൊക്കെ ഉണ്ടാകുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്നു. അപ്പം ഞാനിത് കുറേ നേരം എനിക്ക് കിട്ടി, കുറേ ഫോട്ടോസ് തരും. പക്ഷെ അന്നേരം നമ്മുടെ കയ്യിൽ അതിനുള്ള എക്യുപ്മെന്റ് അത് ക്യാപ്ചർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഇതോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവോ അന്നേരം ഇല്ല. പക്ഷെ ഞാൻ കണ്ടത് ഫസ്റ്റ് സീക്വൻസ് അങ്ങനെയാണ്. അത് ശരിക്കും ഒരു ചേഞ്ചിങ് പോയിന്റ്. ഫസ്റ്റ് ടൈഗർ ഇപ്പോൾ ആൾക്കാർ ചിലരൊക്കെ പറയും കാട്ടിൽ പോയി കഴിഞ്ഞാൽ കടുവേനെ കാണാം എന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല നമുക്ക്. കടുവ എന്നല്ല ഏത് മൃഗത്തിനെങ്കിലും കാണാമെന്നുള്ള ഉറപ്പ്. പക്ഷെ അവർ നമ്മളെ കാണുന്നുണ്ടാവും ഒരു പരിധി വരെ, നമുക്ക് കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഇത് ഫസ്റ്റ് സൈറ്റിങ് ഭയങ്കര ഇതായിരുന്നു. ചോട്ടിത്താരയും 2 കുഞ്ഞുങ്ങളുമായിട്ട് കുറേ നേരം കിട്ടി. 40 minutes അടുത്ത് നല്ലൊരു സൈറ്റിംഗ് ആയിരുന്നു. അത് കുറെ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഫോട്ടോസൊക്കെ അത്ര ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ പുലി വേറൊരു സംഗതിയാണ്, കടുവയെ പോലെ അല്ല. അപ്പം ഈ പുലിയെ കിട്ടുമ്പോ അല്ലെങ്കിൽ പുലിയുടെ ചേസിങ്ങോ ഇല്ലെങ്കിൽ ചീറ്റ ഒരു സംഭവം. ചീറ്റ ഇപ്പൊ ആഫ്രിക്കയിലാണ്, ഇപ്പൊ ഇന്ത്യയിൽ കുനോയിൽ വന്നിട്ടുണ്ട്. ചീറ്റ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചീറ്റ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഓൺ എർത്ത്, നോ ഡൗട്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്നാ, നമ്മൾ ഹണ്ടിങ് സീക്വൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും ഹണ്ട് ചെയ്തെടുക്കുക. ഇവര് ആ ഒരു 120-130 meters ആണ് ഇവർ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്. ആ ഒരു 130 meters ഒക്കെ ഒരു ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 3 kilometers ഒക്കെ ടൈം, ഒരു അല്ലെങ്കിൽ 2-3 kilometers മുമ്പേ ഇവർ പ്രേ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനി ഓരോ സ്റ്റെപ്പ് വെച്ച് കുറച്ചു നേരം വന്ന് നടക്കും, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ ഇവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനെ ഇവർ ടാർഗറ്റ് ചെയ്യും, കാരണം ഇവർക്ക് ഓടിച്ച് പിടിക്കാൻ എളുപ്പത്തിൽ. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ചെയ്ത ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കണല്ലോ, അങ്ങനെയാണല്ലോ ലീഗലി ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ 100-150 meters ആ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചിലപ്പോൾ 3 hours, ചിലപ്പോൾ 4 hours, സംടൈം ഇറ്റ്സ് വെരി ഷോർട്ട് ഹവേഴ്സ്. പക്ഷെ
മോസ്റ്റ്ലി ഒരു 2-3 hours ഒക്കെ എടുക്കും. അതിനു വേണ്ടി നമ്മൾ കുറേ നേരം വണ്ടി ഇങ്ങനെ ഇരുന്ന് സമയം കളയേണ്ടി വരും. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റത്തെ ഒരു 8-9 സെക്കൻഡാണ് നമുക്ക് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതിനുവേണ്ടി നമ്മൾ ഈ 3 hours ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. ആ ലാസ്റ്റ് 9 seconds ഇവൻ ഈ 100 meters അത് മോസ്റ്റ്ലി അവർ ഫെയിൽ ആവും. ലാസ്റ്റ് മന്തിൽ ഞാൻ പോയപ്പോൾ 3 times ഫെയിൽ ആയതിനു ശേഷമാണ് അവർ ഒരു പ്രാവശ്യം ഒരു കില്ല് നടത്തിയത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സ്ട്രാറ്റജി ഭയങ്കര ഇതാ. ഇവർ 2 പേരുണ്ടെങ്കിൽ പോലും 2 എണ്ണം ഒരെണ്ണത്തിന്റെ പുറകെ തന്നെ പോകണം, 2 വഴിക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളയും. ചില സമയങ്ങളിൽ അവർ അങ്ങനെ ഇത് ചെയ്യും. അപ്പൊ നമുക്ക് മിസ്സാവും ചില സമയത്ത്. അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹണ്ട് ചെയ്യുന്നത് മറ്റേ ഇന്ത്യൻ വൈൽഡ് ഡോഗ് ആണ്. അവര് ഭയങ്കര ഇതാ, ധോൽ എന്ന് പറഞ്ഞ് അവര് ഭയങ്കര സ്ട്രാറ്റജിക് ഹണ്ടേഴ്സ്. പക്ഷെ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഇവര് പ്ലാനൊക്കെ ആക്കി വരും. ചിലർ സക്സസ് ആവും. ഇതിൽ പറഞ്ഞ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പക്ഷെ ആ ഒരു 9 സെക്കൻഡിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ 2-3 hours ഒക്കെ സ്പെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും സമയം നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യും. വേസ്റ്റ് ചെയ്യല്ല, ആ ഒരു 8-9 minutes വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് തന്നെ സക്സസ് ആവണമെന്നില്ല, അത് തന്നെ സക്സസ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് അന്നേരം സീക്വൻസ് കിട്ടും. കാരണം റൺ ചെയ്യണതും ഇതൊക്കെ ആയിട്ട് ചീറ്റയുടെ റൺ ടൈമിലൊക്കെ നമ്മൾ പാൻ ചെയ്ത് ക്യാമറ, ഞാൻ ഈ 400mm ആണ് യൂസ് ചെയ്യുന്നത്. അത് പഴയ FL വേർഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെവിയാ. അപ്പൊ അത് തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകണം അതിന്റെ കൂട്ടത്തില്. അത് ഭയങ്കര ഇപ്പൊ പിന്നെ ബീൻ ബാഗ് ഒക്കെ വെച്ചിട്ടും. പക്ഷെ എന്നാലും ഞാൻ അധികം ഹാൻഡ് ഹെൽഡ് അധികം യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഫ്രെയിമുകൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അധികം കയ്യിൽ പിടിച്ച എല്ലാം ഫ്രെയിം ചെയ്യാറുള്ളൂ. അപ്പൊ പക്ഷെ എന്നാലും അപ്പൊ അതിലും ഓടുന്ന സീക്വൻസുകളൊക്കെ നമുക്ക് നല്ലത് കിട്ടും. ഇപ്പൊ വീഡിയോസും കൂടെ ഇടുന്നുണ്ടല്ലോ, അതെങ്ങനെയാ ആ സമയത്ത് എടുക്കുക? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഫ്രെയിം കാണുമ്പോൾ നമ്മളത് വീഡിയോ വർത്താണ്. ഇപ്പൊ എല്ലാവരും റെഡ് ബട്ടണാ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ്ങിന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറകോട്ട് നമ്മൾ ഫോട്ടോ ഇതെല്ലാം എന്നല്ലേ. അപ്പൊ ഞാൻ ഈ റീൽസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഞാനും വീഡിയോ. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വീഡിയോ ഇതൊക്കെ ചെയ്തു തുടങ്ങി. വീഡിയോയുടെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സീക്വൻസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലങ്ങോട്ട് തീരുമാനിക്കുന്നത് ഞാൻ വീഡിയോയെ എടുക്കുന്നുള്ളൂ. നമുക്ക് 2 ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്കാം. എപ്പോഴും എൻ്റെ 2-3 ക്യാമറ ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം 70-200 ഫിറ്റ് ചെയ്ത ഒരു ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു വൈഡ് ആംഗിളിന് ഉണ്ടാവും, പിന്നെ ഒരു 400 ഉണ്ടാവും. അപ്പൊ സീൻ അനുസരിച്ച് എവിടെയാ വരുന്നത് എന്താനുസരിച്ച് ഇപ്പൊ ഞാൻ വീഡിയോയ്ക്ക് ആണെങ്കിൽ ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അതങ്ങ് എടുത്തിട്ട് അപ്പൊ ഷൂട്ട് ചെയ്യും. പിന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഫുൾ വെർട്ടിക്കൽ മാത്രമേ എടുക്കാറുള്ളൂ. ഓൺലി റീൽസ് ആയിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കുറച്ച് വീഡിയോസ് ഒക്കെ എൻ്റെ അടുത്ത്, കുറച്ച് സിനിമയിലേക്കൊക്കെ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു ഈ വീഡിയോയുടെ. അപ്പൊ അന്നേരം എൻ്റെ കയ്യിൽ ഇതിന്റെ വെർട്ടിക്കൽ വേർഷനേ ഉള്ളൂ, റീൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തു ഇതിന്റെ വാല്യൂ. പക്ഷെ അതിനുശേഷം ഫുള്ള് ഒറിജിനൽ എടുത്ത് എല്ലാം. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് ഏതിനായാലും ഇപ്പൊ പല സീക്വൻസുകളായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിടുമ്പോൾ സിനിമയൊക്കെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരെണ്ണം വേറൊരു സ്ഥലത്തുനിന്നും വേറൊരു ദിവസം കിട്ടിയതൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു സ്റ്റോറി നമ്മൾ ഉണ്ടാക്കി ആണല്ലോ, കണക്ട് ചെയ്തിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ബിക്കോസ് സ്റ്റോറീസ് മൂവ് പീപ്പിൾ, സംടൈംസ് ദേ ഈവൻ ചേഞ്ച് ദം, യു നെവർ നോ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കഥ അവര് ഇത് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മള് ചില സീക്വൻസുകൾ ചിലപ്പോൾ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചേക്കണായിരിക്കും. എല്ലാം ഒറ്റ ഇതിലെടുക്കുന്ന സീനല്ല, പർട്ടിക്കുലറായിട്ട് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ വീഡിയോയെ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് പോവാണ്. അപ്പൊ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയും ടൈം കിട്ടും. ഇപ്പൊ ടൈഗറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റോഡിൽ വാക്കിംഗ് ടെറിട്ടോറിയൽ അനിമലാണ് ടൈഗർ. അപ്പൊ അവര് എന്നും അവരുടെ മോർണിംഗ് വാക്കൊക്കെ ഉണ്ടാവും. അവരുടെ ടെറിട്ടറി അവർ ഇത് ചെയ്യാൻ വേണ്ടി വരും, പെട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വരുന്ന സമയത്തൊക്കെയാണ് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ ടൈഗർ റിസർവുകളിലൊക്കെ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ടൈഗേഴ്സ് ആർ നോട്ട് ദാറ്റ് ഷൈ. അത്ര ഇതില്ല. കാരണം അവർ യൂസ്ഡ് ആണ്. ഇപ്പോൾ വെഹിക്കിളൊക്കെ വന്ന് കണ്ടു തുടങ്ങി. ഇപ്പോൾ രന്തംബോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൈഗറൊക്കെ വളരെ ക്ലോസ് ബൈ പോവും നമ്മുടെ അടുത്ത്. പക്ഷെ അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ അത് തന്നെ മൊബൈൽ നിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വണ്ടിയുടെ തൊട്ടടുത്തേക്കിടെ പോകുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ പോകും. അപ്പൊ അതൊരു പ്രശ്നം വന്നിട്ട് ഇപ്പൊ തടോബയിൽ മൊബൈൽ ബാൻഡായി. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവരൊക്കെ യൂസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ കേൾക്കുന്ന കടകൾ വയനാട്ടിലെ സ്റ്റോറി മാതിരിയുള്ള ഒരു സീനല്ല രന്തംബോറിലൊക്കെ ഉള്ളു. കാരണം വയനാട്ടിലെ ഇവിടെയൊക്കെ അനിമൽസ് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ഇതായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് പക്ഷെ എന്നാലും കടുവയാണ്. അതിന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പറ്റും. അങ്ങനെ പറ്റിയിട്ടുണ്ട്, എല്ലായിടത്തും പറ്റാറുണ്ട്. പറ്റില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. വണ്ടിയിലിരുന്നാണ്, ഓപ്പൺ ജിപ്സിയാണ്. അപ്പൊ അങ്ങനെ പറ്റും.